Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് തേർഡ് സെമസ്റ്ററിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ നമുക്ക് തേർഡ് സെമസ്റ്റർ എക്സാം ഉണ്ടാവും. അതിനുശേഷം മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈം പീരീഡിൽ ഫോർത്ത് സെമസ്റ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡിസംബർ ജനുവരി ആ ഒരു ടൈം പീരീഡിലാണ് നമ്മൾ തേർഡ് സെമസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള ആദ്യത്തെ ഫീഡ്ബാക്ക് ഇപ്പോൾ തന്നെ തേർഡ് സെമസ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ്. ദെൻ അത് മാത്രമല്ല കുട്ടികൾക്ക് സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ അവൈലബിൾ ആണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് തേർഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്സ് ഏതൊക്കെയാണ്, ദെൻ അത് മാത്രമല്ല നമ്മുടെ സ്ഥാപനം MCOM-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ വരുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നത് നിർബന്ധമല്ല. സോ നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈമിങ് ഈവനിങ് ആണ് വരിക. നമ്മൾ സെപ്റ്റംബർ 4 മുതൽ ഓൺലൈൻ ബാച്ച് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. സോ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്ത് നല്ല മാർക്ക് മേടിക്കാം. ഇതുവരെയുള്ള കോച്ചിങ് ഒക്കെ നമ്മുടെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. നല്ല റിസൾട്ട്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ആദ്യം പോവാം. തേർഡ് സെമസ്റ്ററിൽ നമുക്ക് കോർ പേപ്പേഴ്സ് 3 ദെൻ സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് 2 വരുന്നത്. ദെൻ നമ്മൾ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സിനാണ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ കുട്ടികൾ മെജോറിറ്റി പിന്നെ മാർക്കറ്റിംഗ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ കോർ പേപ്പേഴ്സ് ഇതെല്ലാവരും പഠിക്കേണ്ടതാണ്. ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം പറയാം. നമ്പർ 1 ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അത് BCom ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ പഠിച്ചിട്ടുള്ള കുട്ടികൾ പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അതാണ് ആദ്യത്തെ സബ്ജക്റ്റ്. പ്രോബ്ലം പേപ്പറാണ്. നെക്സ്റ്റ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് പ്ലാനിങ് 1. ഇതിൻ്റെ സെക്കൻഡ് നമുക്ക് ഫോർത്ത് സെമസ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ് ഇൻകം ടാക്സ്. സോ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കാനുണ്ട്. പ്രോബ്ലം പേപ്പറാണ്, പറയേണ്ട ആവശ്യമില്ല. ലോ ടാക്സ്. ഇനി മൂന്നാമത് വരുന്നത് തിയറി പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. ഡിഗ്രിക്ക് നിങ്ങൾ ഫിഫ്ത്ത് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, 5th or 6th. അപ്പോൾ തിയറി പേപ്പറാണ്, ഡെപ്തിൽ പഠിക്കാനുണ്ട് മെത്തഡോളജി. ദെൻ പിന്നെ വരുന്നത് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ്. അതിൽ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികൾക്ക് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോബ്ലം പേപ്പറാണ്. ഡിഗ്രിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോബ്ലം പേപ്പർ. സോ ഇവിടെ പ്രോബ്ലം പേപ്പർ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിയറി പേപ്പറാണ് വരുന്നത്. അപ്പോൾ 5 സബ്ജക്റ്റിൽ 3 പ്രോബ്ലം പേപ്പേഴ്സ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻകം ടാക്സ്, ദെൻ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. ഇതാണ് 3 പ്രോബ്ലം പേപ്പേഴ്സ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ സ്ഥാപനത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം തിയറി, മെത്തഡോളജിയും ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഏത് ടെക്സ്റ്റ് ബുക്സ് ആണ് നല്ലത്, അതാണ് നെക്സ്റ്റ് ചോദ്യം. അപ്പോൾ 5 സബ്ജക്ട്സിനും ഇതിനിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് എന്ന് ഞാൻ പറയില്ല. എക്സാമിന് മാർക്ക് മേടിക്കാൻ പറ്റിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ. അതിലത്തെ ചോദ്യങ്ങൾ തന്നെ ഈ പറഞ്ഞ പോലെ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ അത് മേടിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ബട്ട് എന്താണ് ഒരു ബെറ്റർ ടെക്സ്റ്റ് എസ്പെഷ്യലി ടാക്സിനൊക്കെ മെഹ്റോത്രയുടെ ടെക്സ്റ്റ് ബുക്ക് ഏറ്റവും നല്ല ടെക്സ്റ്റാണ്. മെഹ്റോത്രയുടെ ടെക്സ്റ്റ് ബുക്കാണ് ടാക്സിൻ്റെ കേസിൽ ഏറ്റവും നല്ലത്. അതിലത്തെ പല ചോദ്യങ്ങളും സ്റ്റാൻഡേർഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ടാക്സിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഹ്റോത്രയുടെ ടെക്സ്റ്റ് ബുക്ക് സെപ്പറേറ്റ് മേടിച്ച് വെക്കുന്നുണ്ട്, നോ പ്രോബ്ലം. അതല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്ക് ആണെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് ഓക്കെ. ഞാൻ പറഞ്ഞു ഫ്യൂച്ചറിലേക്ക് ആണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും മെഹ്റോത്രയുടെ ടെക്സ്റ്റ് ബുക്ക്. സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ഒരു കാരണവശാലും സജസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് അതിൽ പലതും കുറവാണ്. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ തന്നെ ഞാൻ പല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പലതും നമ്മുടെ മെറ്റീരിയലിൽ ഇല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് സബ്ജക്ട് ഡീറ്റെയിൽസും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡീറ്റെയിൽസും. ഓക്കെ, അപ്പോൾ ഓണമാണ്, അതൊക്കെ ശരിയാണ്, ആഘോഷിക്കുക ആഘോഷങ്ങളൊക്കെ. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓണം കഴിഞ്ഞ് സെപ്റ്റംബർ 4 നമ്മുടെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പഠനം വീണ്ടും ഉഷാറാക്കണം, നല്ല മാർക്ക് നമുക്ക് മേടിക്കണം. ഓക്കെ, സോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് അഡീഷണൽ വീഡിയോസ് തേർഡ് സെമസ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.